കേരളത്തിന്റെ സ്വന്തം പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗായ സൂപ്പർ ലീഗ് കേരളയിലെ ടീമുകളിൽ നേരിട്ട് ഇടം നേടാൻ താരങ്ങൾക്ക് അവസരമൊരുക്കി സംഘാടകർ. ഓപ്പൺ ട്രയൽസിന്റെ ഭാഗമായി താരങ്ങൾക്ക് ടീമുകളിൽ ഇടം പിടിക്കാം. കേരള ഫുട്ബോളിലെ മറഞ്ഞിരിക്കുന്ന താരങ്ങളെ കണ്ടെത്താനുള്ള ഉദ്യമമാണിതെന്ന് സൂപ്പർ ലീഗ് കേരള സിഇഒ മാത്യു ജോസഫ് 24-നോട് പറഞ്ഞു. അനിൽ വാസുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസണിന് ഒരുങ്ങുകയാണ്. ടീമുകളൊക്കെ തന്നെ അതിന്റെ തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. അതിനൊരു സഹായം എന്നോണം ഇപ്പോൾ ലീഗ് തന്നെ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. പുതിയ പ്രതിഭകളെ കണ്ടെത്താൻ അല്ലെങ്കിൽ അവരെ ടീമുകളിലേക്കൊക്കെ തന്നെ ചേക്കേറാൻ ട്രയൽസുമായി എത്തുകയാണ് സൂപ്പർ ലീഗ് കേരളയുടെ ആ ടീം തന്നെ, അധികൃതർ തന്നെ. ഇപ്പോൾ അതിന്റെ ട്രയൽസ് കൊച്ചിയിലൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൂപ്പർ ലീഗ് കേരള സിഇഒ മാത്യു ജോസഫ് 24-നൊപ്പം ചേർന്നു. മാത്യു, എന്തായാലും ഒരുപക്ഷെ നിങ്ങൾ ഇതിന് പേരിട്ടിരിക്കുന്നത് തന്നെ ഗെയിം ചേഞ്ചർ എന്നാണ്. ഒരുപക്ഷെ കേരള ഫുട്ബോളിന്റെ മാറ്റത്തിന് ഒരു ഗെയിം ചേഞ്ചിങ് സംഭവം കൊണ്ടുവരുന്ന ഒരു ഇനീഷ്യേറ്റീവ് തന്നെയാണ്. യെസ്, കേരളയുടെ ഓൺ റിസോഴ്സസ്, ഓൺ പ്ലെയേഴ്സ്, സൂപ്പർ അണ്ടർ 23 അവർക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, സ്കൗട്ടിംഗ് ഓപ്പർച്യൂണിറ്റി വഴി 6 ടീമിലോട്ട് കയറാനുള്ളത്, അതിന്റെ പേരാണ് പ്രോജക്ട് ഗെയിം ചേഞ്ചർ. ഇപ്പൊ ഇത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ട്രയൽസ് നടക്കുന്നത്, അതിന്റെ അവസാന ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. സോ ഇത് 4ാമത്തെ ലൊക്കേഷനാണ്. ഇതിന് മുമ്പ് നമ്മൾ കണ്ണൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 3 സ്ഥലങ്ങളിൽ നമ്മൾ കവർ ചെയ്തു. എല്ലാ 6 സ്കൗട്ട്സും എല്ലാ ടീമിലെയും റിപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നിന്ന് അവർ ഓൾറെഡി കഴിഞ്ഞ 3 ലൊക്കേഷനകത്ത് പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അതിനകത്ത് ഡിസേർവിംഗ് പ്ലെയേഴ്സ് ആണ് സൂപ്പർ ലീഗ് കേരളയുടെ ക്യാമ്പിലോട്ട് പോകാൻ പോകുന്നത്. എന്നാണ് സീസൺ തുടങ്ങുക? ഒരു ഔദ്യോഗികത കാത്തിരിക്കുകയാണ്. ഒക്ടോബർ ഫസ്റ്റ് വീക്കിലാണ് സൂപ്പർ ലീഗ് കേരളയുടെ നമ്മൾ സീസൺ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. സീസൺ 1-നേക്കാൾ തിളക്കമുള്ളതും കൂടുതൽ കോമ്പറ്റീറ്റീവും ആകും ഇത്തവണത്തെ സീസൺ എന്ന കാര്യത്തിൽ തർക്കം. അതാണ് ഞങ്ങളുടെ ഒരു കംപ്ലീറ്റ് ഒരു എൻഡേവർ. 6 സ്റ്റേഡിയം ഉണ്ട് ഈ പ്രാവശ്യം. കഴിഞ്ഞ കൊല്ലം നമ്മുടെ 4 സ്റ്റേഡിയമാണ്, ഈ കൊല്ലം 6 സ്റ്റേഡിയം ഉണ്ട്. കണ്ണൂരും തൃശ്ശൂരും അഡീഷണൽ സ്റ്റേഡിയങ്ങളുണ്ട്. സോ ബെറ്റർ റെസ്പോൺസ് ആയിരിക്കുമെന്ന് എനിക്ക് ഡെഫിനറ്റ്ലി ഐ എം ഹോപ്പിംഗ്. എല്ലാവിധ ഭാവുകങ്ങളും SLK കൂടുതൽ സക്സസ് ആവട്ടെ എന്ന് കൊച്ചിയിൽ നിന്ന് സ്വാതി കൃഷ്ണയ്ക്കൊപ്പം അനിൽ വാസുദേവ് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.